കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സമ്പൂർണമായ വിവരങ്ങൾ PRDക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള കത്ത് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സീതാറാം സാംബശിവ റാവു ആണ്. ആ കത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കത്ത് എഴുതിയത് 31/12/2025 അന്ന് ചീഫ് മിഷൻ ഡയറക്ടർക്ക് അയച്ച കത്ത് ഞാൻ പുറത്തുവിടുകയാണ്. ഇത് 31/12/2025 കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഫോൺ നമ്പർ, പേര്, ഏജ്, ജെൻഡർ, ഡിസ്ട്രിക്ട്, താലൂക്ക്, വാർഡ്, ലോക്കൽ ബോഡി ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന OSD ആയ സീറാം സാംബശിവ റാവു എല്ലാവർക്കും കത്ത് മുഖേന അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനൊരു കത്തയക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ അയക്കുമോ? അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എല്ലാ വകുപ്പ് തലവന്മാർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന മാരകമായ ഡേറ്റ ബ്രീച്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ നിലവിലുണ്ട്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അയാളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്നും നിയമലംഘനമാണെന്നും വ്യക്തമായി തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ വിവരം ചോർത്തി സന്ദേശം അയച്ച സംഭവത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പുതിയ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. ഡേറ്റ ചോർത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നും സ്പാർക്ക് സോഫ്റ്റ്വെയറിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ PRDക്ക് നൽകണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ കെ-സ്മാർട്ട് ചീഫ് മിഷൻ ഡയറക്ടർക്ക് കത്തയച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറാണ് കത്തയച്ചത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ഈ കത്തയച്ചത്. വ്യക്തി വിവരങ്ങൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ ആരോപണവുമായാണ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തിയിരിക്കുന്നത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡാറ്റ ചോർത്തുന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. നിയമപരമായി ഇത്തരത്തിൽ ഡാറ്റകൾ ചോർത്താൻ പാടില്ല എന്ന സ്ഥിതിഗതികൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇത്തരത്തിൽ സ്പാർക്കിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. അത് മാത്രവുമല്ല, കെ-സ്മാർട്ട് വഴി അല്ലെങ്കിൽ കെ-സ്മാർട്ടിൻ്റെ മുഖ്യ ചുമതലയുള്ള ആൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള സാംബശിവ റാവു കത്ത് നൽകിയിട്ടുള്ളത്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഇതിൽ കത്തിൽ വ്യക്തമായി എന്നൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റകൾ വേണം, ഫെബ്രുവരിയിൽ മുതൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ ഡാറ്റകൾ വേണമെന്ന് കാണിക്കുന്ന കത്ത് ആണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത്. കത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് മുഖ്യമന്ത്രി ഓഫീസിന് ചുമതലയുള്ള ഈ സാംബശിവ റാവു ആണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. കത്തിൽ പറയുന്ന വിവരങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോഴും ആ കത്ത് ഉൾപ്പെടെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് മറ്റൊരു തരത്തിലെ ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് രമേശ് ചെന്നിത്തല ലക്ഷ്യമിടുന്നത്. ഇതുവഴി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യതകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു കാരണവശാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല. മാത്രവുമല്ല, ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് പോലും രാവിലെയും വൈകുന്നേരത്തുമൊക്കെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അവരുടെ ഫോണിൽ എത്തുന്നു. ഇതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചയാണ് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ സർക്കാർ
സർക്കാർ തന്നെ അയച്ച ഒരു കത്തുമായി എത്തി മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു കത്ത് അയച്ചത്. ഇങ്ങനെ ഒരു കത്ത് അയക്കാൻ ഒരിക്കൽ പോലും പാടില്ലാത്ത കാര്യമായിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഈ സാംബശിവ റാവു നൽകിയ കത്തിൽ ഉദ്യോഗസ്ഥരുടെ എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇത് വീണ്ടും കൂടുതൽ ചർച്ചയാക്കി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കത്തിൻ്റെ കോപ്പിയുമായി രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളെ കണ്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഡാറ്റ ചോർന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. 2 ഉദ്യോഗസ്ഥർ ഈ സംബന്ധിച്ച പരാതി ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കുകയും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന് നിശിതമായ വിമർശനമുണ്ടാകുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല തന്നെ ഈ കത്തിൻ്റെ പകർപ്പുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ വീഴ്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കാരണം ഇത് IAS ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള കത്ത് മറ്റ് കേസ്മാർട്ടിൻ്റെ ഒരു മിഷൻ ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ കത്തയക്കുന്നതാണെങ്കിൽ തന്നെയും ഉന്നത തലത്തിലുള്ള ഒരു ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് മുഖ്യമന്ത്രിയാണ് ഇടപെട്ടിരിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇത് പറഞ്ഞു സമർത്ഥിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് ഒരു ചർച്ചാ വിഷയമാക്കും. തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ തന്നെ ഇത് ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സംഘടനകളിൽ തന്നെ വലിയ തരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. അത്തരത്തിൽ വിയോജിപ്പുകൾ കൂടി ഉപയോഗപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിന് ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കത്തുമായി എത്തി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടതെന്ന് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിവരങ്ങൾ നൽകി.